ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു പ്രദേശം. ടിപ്പു സുൽത്താൻ്റെ പടക്കുതിര പാഞ്ഞുപോയ വഴിത്താര, കാട്ടുചോലകളും കാട്ടാറുകളും അലമുറയിട്ടുകൊണ്ടൊഴുകുന്ന ഒരു പ്രദേശം, വാഴത്തോപ്പുകളും നെൽപ്പാടങ്ങളും കൊണ്ട് നിബിഡമായ പ്രദേശം. അതുപോലെ തന്നെ കഠിനാധ്വാനത്തിൻ്റെ പ്രതീകമായ തെക്കൻമല, പച്ച പുതപ്പണിഞ്ഞ കാപ്പുമല, ഇവയുടെ ഇടയിൽ ശിരസ്സുയർത്തി നിൽക്കുന്ന പൂങ്കാവനം ഡാം, ജലത്തിന് കാട്ടുചോലകളും അതുപോലെ പ്രകാശത്തിന് മണ്ണെണ്ണ വിളക്കും, പ്രാഥമിക ആവശ്യങ്ങൾക്ക് നിരന്ന പറമ്പുള്ള ഒരു പ്രദേശം. എന്നും 365 ദിവസവും പണിമുടക്കുന്ന ഒരു പ്രകാശ് ബസ്, വഴിയരികിലായിട്ട് ശിരസ്സുയർത്തി നിൽക്കുന്ന സരസ്വതി ക്ഷേത്രമായ വെട്ടത്തൂർ ഹൈസ്കൂൾ. ഇനിയും നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇപ്പോഴത്തെ വെട്ടത്തൂരും പണ്ടത്തെ ആ വെട്ടത്തൂരും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യുക. CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്താണ് ആദ്യമായിട്ട് വെട്ടത്തൂർ ഹൈസ്കൂളിന് സാങ്ഷനായത്. 1974 ഓഗസ്റ്റ് 15 അന്നത്തെ MES പ്രസിഡൻ്റായ ഡോക്ടർ അബ്ദുൽ ഗഫൂർ സാറ് ഒന്നാമത്തെ അഡ്മിഷൻ നമ്പറായ ആലിക്കുട്ടി കെയ്ക്ക് അഡ്മിഷൻ നൽകിക്കൊണ്ട് അത് ഉദ്ഘാടനം ചെയ്തു. അതിന് 2 ആഴ്ച കഴിഞ്ഞ് സെപ്റ്റംബർ 4 വെട്ടത്തൂർ മദ്രസയിൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. ആ വർഷം അങ്ങനെ കഴിഞ്ഞുപോയി. അടുത്ത വർഷം 2 ഡിവിഷനൂടെ കിട്ടിയപ്പോൾ 3 ഡിവിഷനുമായിട്ട് 75 വർഷവും കഴിഞ്ഞുപോയി. 76 10ാം ക്ലാസ് വന്നതോടുകൂടി ആദ്യത്തെ വെട്ടത്തൂർ ഹൈസ്കൂളിലെ ആദ്യത്തെ ഹെഡ് മാസ്റ്ററായ VN ജോർജ് ചാർജ് ഏറ്റെടുക്കുകയും ജൂലൈ മാസത്തിൽ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഷാക്കിരി അഹമ്മദ് ഹാജി അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പുതിയ കെട്ടിടത്തിലേക്ക് സ്കൂൾ ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വെട്ടത്തൂർ ഹൈസ്കൂളിലെ ആദ്യത്തെ കണക്കധ്യാപകനായിട്ട് ഞാനും വന്നു ചേർന്നു. പിന്നീട് അങ്ങോട്ട് 25 വർഷത്തെ ഔട്ട് ഗോയിങ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുകയും 99 സിൽവർ ജൂബിലി നടക്കുമ്പോൾ അതിൻ്റെ ഹെഡ് മാസ്റ്റർ ഇൻ ചാർജായിട്ട് അതിൻ്റെ റിപ്പോർട്ട് വായിക്കാനുള്ളൊരു അവസരം എനിക്ക് കിട്ടി. അതിനുശേഷം ഏതാണ്ട് 4 മാസം കഴിഞ്ഞപ്പോൾ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററായിട്ട് പ്രൊമോഷൻ കിട്ടി. ഞാൻ അവിടുന്ന് യാത്രയിലേക്ക് വേർപിരിഞ്ഞു പോവുകയും ചെയ്തു. വെട്ടത്തൂർ ഹൈസ്കൂള് എക്കാലവും പല കാരണങ്ങൾ കൊണ്ടും സമ്പന്നമായിരുന്നു. അതോടൊപ്പം തന്നെ പരിമിതികളും പോരായ്മകളും ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ പരിമിതികളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നു. സ്കൂൾ കെട്ടിടം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഏതാണ്ട് 1.5 വർഷം കഴിഞ്ഞാണ് ഒരു മൂത്രപ്പുര അവിടെ ഉണ്ടായത്. കാരണം സ്കൂൾ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തോടു കൂടി തന്നെ സാമ്പത്തികമായിട്ട് ആ വെട്ടത്തൂർ ഗ്രാമം തന്നെ അതപ്പതിച്ചു പോയിരുന്നു. അങ്ങനെ 1.5 വർഷം കഴിഞ്ഞപ്പോൾ അവിടുത്തെ PTA സ്ട്രോങ് ആവുകയും ആദ്യത്തെ PTA പ്രസിഡൻ്റായിട്ട് കുട്ടാട്ട് അബ്ദുള്ള കുട്ടി ഹാജിയും സെക്രട്ടറി ആയിട്ട് ഞാനും അതുപോലെ തന്നെ പുത്തങ്കോട്ട് മുഹമ്മദ് അലി ഹാജി എന്നും ഒരു ക്ഷണിതാവായിട്ടും അവിടെ ചാർജ് ഏറ്റെടുത്തു. അതിനുശേഷം 1.5 വർഷം കഴിഞ്ഞപ്പോൾ PTAയുടെ നേതൃത്വത്തിൽ ഒരു മൂത്രപ്പുരയും അതുപോലെ തന്നെ ക്ലാസ് റൂമുകൾ തമ്മിൽ വേർതിരിക്കുന്ന തട്ടിക ഉണ്ടാക്കുകയും ചെയ്തിരുന്നു.
അധ്യാപകർ പൈസ പിരിച്ചെടുത്ത് ഓഫീസ് റൂം താറിടുകയും ക്രമേണയായിട്ട് PTA നേതൃത്വത്തിൽ ഓരോ ക്ലാസ് റൂമുകൾ സിമെൻറ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് കുട്ടികളിൽ നിന്ന് പിരിവെടുത്ത് ഒരു ക്ലാസ് റൂം മണ്ണിട്ട് ഉയർത്തി സിമെൻ്റ് ഇട്ട് ഒരു സ്റ്റേജ് ഉണ്ടാക്കിയും വർഷങ്ങളോളം ആ സ്റ്റേജിലാണ് യൂത്ത് ഫെസ്റ്റിവലും ആനിവേഴ്സറിയും നടത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് അങ്ങോട്ട് ക്രമാതീതമായിട്ട് വിദ്യാർത്ഥികൾ വരികയും ക്ലാസ് റൂമുകൾക്ക് വളരെ ബുദ്ധിമുട്ട് നേരിട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ ഷിഫ്റ്റ് സമ്പ്രദായം ഏർപ്പെടുത്തി അത് പരിഹരിക്കാനായിട്ട് ശ്രമിച്ചു. 2-3 വർഷം കഴിഞ്ഞപ്പോൾ അത് നിലവാരത്തെ കണ്ടമാനം തകർക്കുന്നുണ്ട് എന്ന് മനസ്സിലായിട്ട് ഷിഫ്റ്റ് മാറ്റിയിട്ട് ഓലമേഞ്ഞ ഷെഡുകൾ ഉണ്ടാക്കി. ആദ്യം PTA നേതൃത്വത്തിൽ ഓലമേഞ്ഞ ഷെഡുകൾ ഉണ്ടാക്കി. പിന്നെ അധികാര വികേന്ദ്രീകരണം വന്നതോടുകൂടി ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹായത്താൽ കുറേ കെട്ടിടങ്ങളും ചെറിയ കെട്ടിടങ്ങളും മൂത്രപ്പുരകളും ഒക്കെ കിട്ടിയിരുന്നെങ്കിലും കുട്ടികളുടെ വർധനവ് ഇതുകൊണ്ടൊന്നും പര്യാപ്തമായിരുന്നില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1987 TK ഹംസ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന കാലത്താണ് ആദ്യമായിട്ട് ഒരു ഡബിൾ സ്റ്റോർഡ് ബിൽഡിങ് അവിടെ പാസ്സാക്കിയത്. അതിൻ്റെ പണി ഏതാണ്ട് 6 വർഷം പൂർത്തിയായതിനു ശേഷമാണ് തീർന്നത്. അത്രയും നാളും കെട്ടിടത്തിന് എന്നും ദാരിദ്ര്യമായിരുന്നു. അത് കഴിഞ്ഞിട്ടും പെൺകുട്ടികളുടെ എണ്ണം 2-3 പെൺകുട്ടികൾ മാത്രം ഉണ്ടായിരുന്ന ആദ്യ കാലഘട്ടത്തെ അപേക്ഷിച്ച് 90കളുടെ പകുതി ആയപ്പോഴത്തേന് ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികൾ വരികയും വീണ്ടും കെട്ടിടത്തിൻ്റെ ക്ഷാമം ഉണ്ടാകുകയും ചെയ്തു. അങ്ങനെ 25ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഏതാണ്ട് ഒരു ഡിവിഷനിൽ 59 പിള്ളേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഡിവിഷനായിട്ട് തുടങ്ങിയ വെട്ടത്തൂർ ഹൈസ്കൂള് അതിൻ്റെ പരമാവധി 23 ബാച്ചുകളുള്ള ഒരു വലിയ സ്ഥാപനമായിട്ട് ഉയർന്ന് കഴിഞ്ഞിരുന്നു. ഇങ്ങനെ ധാരാളം പരിമിതികളും ബുദ്ധിമുട്ടുകളും നേരിട്ടിട്ടാണ് വെട്ടത്തൂർ ഹൈസ്കൂള് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്.